ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്നലെ രാത്രി പാകിസ്ഥാന്റെ ഷെല്ലിംഗ് നടന്ന ഒരു ഗ്രാമത്തിലാണ്. നമുക്ക് ഈ ഷെല്ലിങ്ങിന്റെ കൂടുതൽ, അതായത് പാകിസ്ഥാന്റെ ഭീരുത്വം നിറഞ്ഞ ഈ സൈനിക നടപടിയിലെ ഒരു നേർചിത്രങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇന്നലെ ഈ ഗ്രാമപ്രദേശത്തുള്ള ഈ വീട്ടിലേക്കായിരുന്നു പാകിസ്ഥാന്റെ ഷെല്ലുകളിൽ ഒന്ന് പതിച്ചത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തുള്ള ഇതുപോലുള്ള പല ഗ്രാമങ്ങളുടെ സമീപത്തുള്ള വീടുകളിലേക്കൊക്കെയാണ്, അതായത് ജനവാസ കേന്ദ്രങ്ങളിലേക്കാണ് ഈ ഷെല്ലുകൾ പതിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാവുന്നതാണ്. ഈ ഷെല്ല് ഈ പുറത്തേക്ക്, അതായത് അതിർത്തിക്ക് അപ്പുറത്ത് നിന്ന് വന്ന ഷെല്ല് ഈ കെട്ടിടത്തിൻ്റെ മുകൾ ഭാഗം തുരന്നാണ് ഉള്ളിലേക്ക് വന്നത്. അതായത് ഇതിൻ്റെ ഈ കോൺക്രീറ്റ് എല്ലാം പൊളിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആ ഷെല്ലിങ്ങിൻ്റെ ഭാഗമായിട്ടുണ്ടായിരിക്കുന്ന ഈ വിടവാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇതിൻ്റെ ഒരു ഭാഗത്ത് ഈ കാലിത്തൊഴുത്തായിരുന്നു. ആ കാലിത്തൊഴുത്തിന്, അതായത് അവിടെ ഈ മൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ മൃഗങ്ങൾ ഈ ദൃശ്യം ഇതിൽ കാണാം. ഇതൊക്കെ രാത്രി ഈ മൃഗങ്ങളൊക്കെ ഭയങ്കര ശബ്ദത്തിൽ ഒച്ചയിടുന്ന കാര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ഈ പല സ്ഥലങ്ങളിലും ഇത്തരം ഈ ഗ്രാമവാസികൾക്ക് നേരെ, അതായത് സാധാരണക്കാരായ ആൾക്കാർക്ക് നേരെയായിരുന്നു ഈ ഷെല്ലുകൾ മറ്റും പതിച്ചിരിക്കുന്നത്. മുകളിൽ നിന്ന് വീണ ഷെല്ല്, ആ ഷെല്ലിൻ്റെ ആഘാതത്തിലാണ് ഈ ചുവര്, ഈ വീടിൻ്റെ ഈ ചുമര് തകർന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ സാധനങ്ങളെല്ലാം തന്നെ ഉള്ളിൽ പോയി വീണിരിക്കുന്നത്. ഇതിൻ്റെ ഈ ഷാർപ്പനൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അകത്തേക്കുണ്ട്, പക്ഷേ അകത്ത് നമുക്ക് പ്രവേശിക്കാൻ വേണ്ടി കഴിയില്ല. ഇതുപോലെ ഈ പാകിസ്ഥാൻ്റെ ഈ ഷെല്ലിംഗ്, അതായത് ഈ ഗ്രാമങ്ങളിലേക്കുള്ള ഷെല്ലിങ്ങിൽ നിരവധി വീടുകൾക്കാണ് കേടുപാടുണ്ടായിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യ ഈ പാകിസ്ഥാൻ്റെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ആണ് ലക്ഷ്യമിടുന്നതെങ്കിൽ പാകിസ്ഥാൻ ഇതുപോലെ സാധാരണക്കാരായ അവരെ അധ്വാനിച്ചുണ്ടാക്കിയ ഇതുപോലെയുള്ള ചെറിയ കെട്ടിടങ്ങൾക്ക്, ഈ നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തുള്ള ഇതുപോലുള്ള ചെറിയ കെട്ടിടങ്ങളിലാണ് ഈ ആക്രമണം നടത്തുന്നത്. ये रात को हुए। रात को कितने बजे? ये कोई 4:30 बजे के बीच में ही पड़ा है, यहाँ बीच में पड़ा है। बाकी वैसे 12 बजे से शेलिंग शुरू है। 12 बजे से लगातार शेलिंग, लगातार सुबह 6 बजे तक शुरू है। इधर जब दूसरी साइड 12 बजे पड़ने लगे ना, यहाँ से निकाल दिए थे, फिर दूसरी साइड चले गए थे वो, तो उसके बाद यहाँ गोला पड़ा निकलने के बाद। कल पहले वाला इधर हो गया या उसके पहले? नहीं, ये जो कल शाम को पड़ा ना 12 बजे, ये जो 12 बजे के बीच में 2-3 बजे के बीच में पड़ा, वो इधर पड़ा है। ആശ്വാസകരമാകുന്ന ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. കാരണം 12:30-ക്ക് ഈ ഷെല്ലിംഗ് ആരംഭിച്ചിരുന്നു. അപ്പോൾ തന്നെ ഈ ആൾക്കാരെയൊക്കെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റിയിരുന്നു. അതായത് ഞാൻ ഈ ഷെല്ലിങ്ങിൻ്റെ കുറിച്ചൊക്കെ രാവിലെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. കാരണം നമുക്കൊക്കെ ഈ ശബ്ദമൊക്കെ കേൾക്കാൻ വേണ്ടി കഴിയുമായിരുന്നു. രാത്രി കംപ്ലീറ്റ് ഈ വലിയ ശബ്ദമായിരുന്നു ഈ പ്രദേശങ്ങളിൽ നിന്നൊക്കെ കേൾക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നത്. ഈ 12:30-ഓടുകൂടി നാട്ടുകാരെ എല്ലാം ഈ ബങ്കർ പോലെയുള്ള സാധനം ഒരു സമീപത്തുണ്ടായിരുന്ന ഒരു ഇതിലേക്ക് മാറ്റിയിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ഇവിടെ ഈ ഉണ്ടായ ഷെല്ലിങ്ങിൽ കാര്യമായ തോതിലുള്ള അപകടങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ആൾക്കാർക്ക് വലിയ തോതിലുള്ള ഒരു പുനരധിവാസത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ്. ആ നടപടികളിലേക്ക് സർക്കാരും അതുപോലെ തന്നെ നാട്ടുകാരുമൊക്കെ കടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. രാവിലെ നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പൂഞ്ചിലേക്ക് ആൾക്കാർ വരുന്നത് വളരെ കുറവാണ്. കാരണം ആരെയും പുറത്തു നിന്നുള്ളവരെ അകത്തേക്ക് പ്രവേശിക്കുന്നില്ല. പക്ഷേ പൂഞ്ചിൻ്റെ നിന്ന് പുറത്തേക്ക് പോകുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. കാരണം സ്വന്തം വാഹനങ്ങളിലും അതുപോലെ തന്നെ വാടകയ്ക്കെടുത്ത വാഹനങ്ങളിലുമൊക്കെ നാട്ടുകാർ അവിടെ നിന്ന് ഒരു പലായനത്തിന് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഏതായാലും ഈ സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം സ്ഥലങ്ങളിൽ നമുക്ക് അധിക സമയം നിൽക്കാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് ഇപ്പോൾ തിരിക്കുകയാണ്.